പ്രമേഹം ഇന്ന് മറ്റൊരു തരത്തിൽ കുടുംബജീവിതത്തിൽ വില്ലനാവുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്ന ദമ്പതികൾക്ക് പലപ്പോഴും അതൊരു വെല്ലുവിളിയാവുന്നു. എങ്ങനെ ഇവർക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റും? ഇത് ഇമ്മ്യൂൺ സിസ്റ്റം ഫെയിലിയർ ആവുന്നത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അതോ പ്രമേഹം തന്നെ അവരെ ബാധിക്കുന്നതുകൊണ്ട്? എന്താണ് ഇതിൻ്റെ ഒരു പിന്നെ പ്രമേഹത്തിലെ ആണുങ്ങളിൽ രണ്ട് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. മെയിൽസിൽ തീർച്ചയായിട്ടും ഇത് ന്യൂറോപ്പതി കൊണ്ടാണ്. അതായത് ഉദാഹരണത്തെ സഹായിക്കുന്ന ഞരമ്പുകൾക്ക് വരുന്ന ക്ഷീണം കാരണവും പിന്നെ ചില ഹോർമോണൽ വ്യത്യാസം കാരണവും ആവശ്യത്തിനുള്ള ഈ പവർ കിട്ടാതിരിക്കുക എന്നുള്ളത് കൊണ്ടാണ് ആണുങ്ങൾക്ക് ഈ ഡയബറ്റിക് രോഗികൾക്ക് കാലത്തിനനുസരിച്ച് ഇത് ശക്തി കുറഞ്ഞു വരുന്നത്. അതിനെ വരാതിരിക്കാൻ നമ്മൾ പ്രമേഹത്തെ വളരെ നന്നായി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇന്ന് അതിന് പല മെഡിസിൻസും പല സർജറീസും ഒക്കെ അവൈലബിൾ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കാതെ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ അതിനാവശ്യമായ മെഡിസിൻസ് ഉണ്ട്, ഹോർമോൺസ് അവൈലബിൾ ആണ്. ഇതൊന്നും അല്ലാത്തവർക്ക് ചില ഡിവൈസ് വെച്ചിട്ടുള്ള ചികിത്സ അവൈലബിൾ ആണ്. തീർച്ചയായും ചികിത്സിച്ച് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. ഇതേ ഭാഗത്ത് തന്നെ ഇതിൻ്റെ ഫീമെയിൽ പാർട്സിൽ വരുമ്പോൾ അവർക്ക് ആ ഇൻട്രസ്റ്റ് ഇല്ലായ്ക, റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരിക എന്നൊക്കെ സംഭവിക്കാം. അപ്പോൾ ആ സാധനങ്ങളെ തീർച്ചയായിട്ടും ചികിത്സയിലൂടെ മാറ്റാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഇതും നമ്മൾ നേരത്തെ പല ഡയബറ്റിക് കോംപ്ലിക്കേഷനെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചികിത്സിച്ച് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയാവുന്നതാണ്, മറച്ചു വെച്ച് കരഞ്ഞിരിക്കേണ്ടതല്ല. ഓക്കെ. ഇപ്പോൾ പൊതുവേ നമ്മളിൽ ഈ യുവാക്കളിലൊക്കെ അല്ലെങ്കിൽ കുട്ടികളിലൊക്കെ വളർന്നു വരുമ്പോൾ ഇവർക്ക് ആദ്യമായിട്ട് പ്രമേഹം ഉണ്ടാകുന്നൊരു സമയം ഉണ്ടാവും. അത് ഒരുപക്ഷെ ഡയഗ്നോസ് ചെയ്യാൻ പലപ്പോഴും ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ ഇതിനൊരു സിംറ്റംസ് നേരത്തെ അവർക്ക് അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? നമ്മളൊരു പ്രമേഹം വരുന്നുണ്ട്, ഞാനൊരു പ്രമേഹ രോഗിയാകാൻ പോവുകയാണ് എന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാനുള്ള സിംറ്റംസ് എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക? നമ്മൾ ഇത് ഒരു രോഗിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രമേഹം വരുന്ന ഒരാളെ കുറിച്ചാണെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫാമിലി ഹിസ്റ്ററി നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ പാരൻസിന് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസിന്, അങ്കിൾസിനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കുറച്ച് ശ്രദ്ധാലുവായിരിക്കണം നമ്മുടെ ഡയറ്റിലും എക്സസൈസിലും. അതുപോലെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു 50% ആൾക്കാർക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലാത്ത 50% നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആക്സിഡൻ്റലായിട്ടാണ് കണ്ടുപിടിക്കുക. ലക്ഷണം എന്ന് പറയുമ്പോൾ ഒന്ന് ദാഹം കൂടുക, വിശപ്പ് കൂടുക, മൂത്രം ഒഴിക്കുന്നത് വളരെ അധികമായിട്ട് കൂടുക. ചില ആൾക്കാർക്ക് മൂത്രം ഒഴിച്ചു കൊടുത്ത് ഉറുമ്പ് വരിക, ഇന്റർവെൽ അതിന്റെ സമയം ക്വാണ്ടിറ്റി കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ യൂറിനിൽ ഇൻഫെക്ഷൻ, ഉറുമ്പ് വരിക. കാരണം യൂറിനിൽ ഷുഗർ പോകുന്നവരെ ഉറുമ്പ് വരും. അടുത്തതായിട്ട് പല ഇൻഫെക്ഷൻസ് വരിക, ഇടയ്ക്കിടയ്ക്ക് ചുമ, പനി, മുറിവ് വന്നാൽ ഉണങ്ങാതിരിക്കുക, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ. പിന്നെ മെലിഞ്ഞു പോവുക, പെട്ടെന്ന് നല്ല തടിയുള്ള ആൾ പെട്ടെന്ന് മെലിഞ്ഞു പോവുക. അതുപോലെ ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുട്ടികൾ വളരെ വലുതായി പോയി. ഇപ്പോൾ എല്ലാ പ്രഗ്നൻസികളിലും നമ്മൾ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ കണ്ട് വെയിറ്റ് കൂടുതലുള്ള കുട്ടികളാവുക, കുട്ടികൾക്ക് കോംപ്ലിക്കേഷൻസ് വരിക, റിക്കറൻ്റ് അബോർഷൻസ് വരിക. ഇതൊക്കെ നമ്മൾ ഈ പ്രമേഹം വരുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് എപ്പോഴും കരുതുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും കണ്ടാൽ നമ്മൾ തീർച്ചയായും അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അത് ടെസ്റ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഒരുപാട് പ്രമേഹ രോഗികളുണ്ട്. അപ്പോൾ അവർ എന്തൊക്കെയാണ് നോമ്പെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്? ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, നമ്മുടെ ഒരു നോമ്പിന് ഏകദേശം ഒരു 14 മുതൽ ഒരു മണിക്കൂറുകളോളം നമ്മൾ വെള്ളമോ ഫുഡോ ഇല്ലാത്ത വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികളിൽ ടൈപ്പ് 1 പ്രമേഹ രോഗികളും അതുപോലെ ഗർഭിണി GDM എന്ന് പറഞ്ഞ ഗർഭിണികളിൽ പ്രമേഹമുള്ള ആൾക്കാർ, അതുപോലെ പ്രമേഹത്തിൻ്റെ ഭാഗമായി ഹാർട്ടിനോ കിഡ്നിക്കോ ഒക്കെ കാര്യമായ ഡാമേജ് വന്ന ആൾക്കാർ, ഇത്രയും ആൾക്കാർ വ്രതം അനുഷ്ഠിക്കുന്നത് അനുശാസ്യമല്ല, അല്ല. കാരണം അവർക്ക് അത്രയും വെള്ളം ഒഴിവാക്കി നിൽക്കാനോ അത്രയും ഫുഡ് ഒഴിവാക്കി വെക്കാനോ കഴിയില്ല. ടൈപ്പ് 2 ഡയബറ്റീസിൽ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത വെറൈറ്റി, അതാണ് നമുക്ക് കാണുന്നത് ഭൂരിപക്ഷമായിട്ടുള്ള ആൾക്കാർ, അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാം. പക്ഷെ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അവർ തീർച്ചയായും നമ്മൾ നോമ്പിൻ്റെ മുമ്പ് നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യണം. പെട്ടെന്ന് ഷുഗർ കുറക്കുന്ന മരുന്നുകളെ രാവിലെ ഒന്ന് ഒഴിവാക്കേണ്ടി വരും. അതുപോലെ അങ്ങനെ കുറയാത്ത മരുന്നുകൾ ഉപയോഗിക്കണം. പിന്നെ നമ്മൾ ഈ നോമ്പില്ലാത്ത സമയത്ത് ഒരു ദിവസത്തിന് ആവശ്യമായ വെള്ളം കുടിക്കാൻ ശ്രമിക്കണം. സഡനിലായിട്ട് ഈ ഷുഗർ സർജ് വരുന്ന ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യണം.
ഒരു കൺട്രോൾഡ് മീലാക്കി, പെട്ടെന്ന് ഷുഗർ കൂടി പോകുമ്പോഴാണ് പെട്ടെന്ന് തലവേദന, ഛർദിയൊക്കെ നോമ്പ് തുറന്നാൽ സാധാരണ. അപ്പോൾ അത് ഒഴിവാക്കി ഗ്രാജ്വലി ഷുഗർ കൂടുന്ന തരത്തിലുള്ള മരുന്നുകളിലേക്ക് മാറ്റണം, ഫുഡുകളിലേക്ക് മാറ്റണം. പിന്നെ ഒരുപാട് ഓയിലി ഫുഡ്, ഒരുപാട് ഫ്രൈസ് ജനറലി ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് എന്നുള്ളതിൻ്റെ ഒരു ഫീല് കിട്ടുന്ന തരത്തിലുള്ള ഫുഡ് ഹാബിറ്റിലേക്ക് പോവുകയും നോമ്പില്ലാത്ത സമയം ഒരു വൻ ആഘോഷമാക്കി മാറ്റുന്നത്, ഒരു ഫീസ്റ്റ് ആഘോഷമാക്കി മാറ്റുന്നത് ഒഴിവാക്കുകയായിരിക്കും നന്നാവാം. പൊതുവെ നമ്മളിപ്പോൾ ഒന്ന് വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇപ്പോൾ എല്ലാവരും ബിസിയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു സാധനമാണ് സ്ട്രെസ്സ്. ഈ സ്ട്രെസ്സ് കാരണം പലപ്പോഴും ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്നു, ഡയബറ്റിക്സ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നു എന്നൊക്കെ. ഇതൊരു വാസ്തവമാണോ? ഇനി ഇത് കുറയ്ക്കാൻ എന്താണ് വഴികളുള്ളത്? ഒന്നാമത്തെ കാര്യം, സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും ബാധിക്കുമെന്നുള്ളതിൽ സംശയം. ഇന്റേണൽ ഓർഗൻസ്, നമ്മളെ ഒരു ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫിസിക്കൽ ബോഡിയും അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മൈൻഡ്, നമുക്കറിയാൻ പറ്റാത്ത ഒരു മൈൻഡും ഉണ്ട്. ഈ മൈൻഡ് തന്നെയാണ് പല കാരണങ്ങൾക്കും മനസ്സ് സ്ട്രോങ് ആക്കിയിട്ട് സാധനങ്ങളെ നീക്കും വരെ ചെയ്യുന്ന പിന്നെ ബുദ്ധിസ്റ്റ് സന്യാസികളെ പറ്റിയൊക്കെ നമ്മൾ റിയലായിട്ട് കണ്ടിട്ട് പോലുണ്ട്. ഈ മനസ്സിൻ്റെ കൺട്രോൾ നമ്മുടെ ജോബ് വഴിയോ, നമ്മുടെ ന്യൂക്ലിയർ ഫാമിലിയിലെ പ്രശ്നങ്ങൾ കാരണമോ, നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രെസ്സുകൾ വഴിയോ ഈ സ്ട്രെസ്സ് കൂടുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോണുകളെ ബാധിക്കുകയും നമ്മുടെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും അത് ഹൃദ്രോഗത്തിനും ഡയബറ്റീസിനും മോശമാക്കാനും ഉറക്കമില്ലാതാക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നമ്മൾ എത്ര സമയം വർക്ക് ചെയ്യുന്നു, എത്ര സമയം നമുക്കായി മാറ്റിവെക്കുന്നു, എത്ര സമയം നമ്മുടെ റെസ്റ്റിനായിട്ട് മാറ്റിവെക്കുന്നു, ആവശ്യത്തിനുള്ള എക്സസൈസുകൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ബേൺ ഔട്ട് ആവും. ഇന്റർനാഷണലി ഇറ്റ് ഈസ് കോൾഡ് ബേൺ ഔട്ട് സിൻഡ്രോം. നമ്മൾ വേണ്ടത്ര റെസ്റ്റ് കൊടുക്കാതെ ഒന്നുകിൽ ഫിസിക്കൽ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകും, അല്ലെങ്കിൽ നമ്മൾ മെൻ്റലി. നമുക്കതിൽ വേൾഡ് ഫേമസ് ആയ ഒരു സ്റ്റോറി ഉണ്ട് ആക്ച്വലി. നമ്മുടെ ആപ്പിൾ സ്ഥാപകനായിരുന്ന അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ വന്നിട്ട് ഇന്ത്യയിൽ സന്യാസിയായിട്ട് ഒരുപാട് കാലം നടന്നു. എന്നിട്ടാണ് വീണ്ടും ആപ്പിളിൻ്റെ ഉയരങ്ങളിലേക്ക് അദ്ദേഹം തിരിച്ചെത്തി, സ്റ്റീവ് ജോബ്സ്. അതൊരു ഫേമസ് ആയ ഒരു ഇത് പറയുന്നതാണ്. പക്ഷെ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് അറിയാം, നമ്മുടെ ബാബന്മാരുടെ അടുത്തും സന്യാസിമാരുടെ അടുത്തും അത്തരം സ്ഥലങ്ങളിലൊക്കെ ചെന്നെത്തുന്ന വലിയ വലിയ ആൾക്കാരുടെ പ്രധാന ഒരു കാരണം ഈ സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ നമ്മൾ ഈ വർക്കിനെയും ലൈഫിനെയും നമ്മുടെ എക്സസൈസിനെയും കൃത്യമായി മാനേജ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് പ്രൊഡക്റ്റീവായിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് ലോങ് റണ്ണിലേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ.